വിഘടനവാദത്തെ, മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമത്തെ, ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തെ ഏറ്റവും ശക്തമായി എതിർത്ത നേതാവാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി നിൽക്കുന്ന സ്റ്റാലിൻ എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ കഴിഞ്ഞ ദിവസം പാർലമെന്റ് സമ്മേളനത്തിൽ ഈ നാടിന്റെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി ഒരു വാചകം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, നരേന്ദ്രമോദിയോട് ഒരു കാര്യം ഞാൻ നേരിട്ട് പറഞ്ഞേക്കാം, മിസ്റ്റർ പ്രധാനമന്ത്രി നിങ്ങളോട് ഒരു കാര്യം നേരിട്ട് പറഞ്ഞേക്കാം, നിങ്ങളുടെ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് തമിഴ്നാട്ടിലെ ജനതയെ നിങ്ങൾ വഞ്ചിച്ച് ചെറുതാക്കി കളയാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ കൊക്കിൽ ജീവനോടത്തോളം കാലം അത് സമ്മതിക്കുന്ന പ്രശ്നമില്ല എന്നുള്ള ശക്തമായിട്ടുള്ള പ്രസംഗമാണ് രാഹുൽ ഗാന്ധി ഇവിടെ നടത്തിയത്. മോദി നടത്തുന്ന എല്ലാ വിഘടന വിഭജിത പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായി പോരാടുന്ന ധീരനായ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ തമിഴ്നാടിന്റെ നേതാവ് ശ്രീ സ്റ്റാലിനും ഒന്നിച്ച് പറയുകയാണ്, ഇവിടെ മോഡിയുടെ വിഭജന രാഷ്ട്രീയം നടപ്പിലാകാൻ പോകുന്നില്ല, നിങ്ങൾ തമിഴ്നാടിനെ അപമാനിക്കാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ പോകുന്നില്ല, ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വിധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിയും വികസനവും തുടരണം, ഈ നാട്ടിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം.